ഹലോ, ഇത് ഇന്നത്തെ മോർണിംഗ് വീഡിയോ ആണ്. രാവിലെ എഴുന്നേറ്റ പാടുള്ള വീഡിയോസാണ്. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെളിച്ചെല്ലാം വന്നിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല കേട്ടോ, 7:30 തന്നെ ആയിട്ടുണ്ട്. കാരണം പിന്നെ നമ്മളിപ്പോൾ ചൂടല്ലേ, അപ്പോൾ രാത്രിയൊക്കെ ലേറ്റായിട്ട് ഇങ്ങനെ എന്താ പറയുക, ചൂടെടുത്ത് ഉറങ്ങുന്ന കാരണം രാവിലെ നല്ല സുഖമായിട്ട് ഉറങ്ങും. പിന്നെ മറ്റുള്ളവരുടെ ശല്യക്കെട്ടൊന്നും ഇല്ലാത്ത കാരണം സമാധാനപരമായിട്ട് ഉറങ്ങി എണീച്ച് ഒരു അതായത് ഞാൻ ഉദ്ദേശിച്ചത് പറയുന്നില്ല, വേറെ നമ്മളിപ്പോൾ മറ്റെവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടല്ലേ. ഇതാവുമ്പോൾ നമ്മൾ നമ്മുടേതായ സ്വതന്ത്രമായ ലോകത്ത് ജീവിക്കുന്നത് കാരണം എപ്പോൾ എഴുന്നേറ്റാൽ എന്ത്, എങ്ങനെ എഴുന്നേറ്റാൽ എന്ത് എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ടല്ലോ, ഒരു ഫീലിംഗ്. എന്താ പറയുക, ബെറ്ററല്ലേ ഇത് നമുക്കിപ്പോൾ. അങ്ങനെ ഇതാ ഞാൻ എഴുന്നേറ്റപാടെ കോഴിക്ക് തീറ്റയൊന്നും കൊടുക്കാൻ പോയില്ല. ഞാൻ രാവിലെ ചായേൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് സുഭാഷ് ചേട്ടൻ പോയതിന് ശേഷമാണ് ഞാനും പാറക്കുട്ടിയും കൂടി കോഴിൻ്റെ തീറ്റ കൊടുക്കാൻ അറിഞ്ഞത്. അങ്ങനെ ഇതാ കോഴിപ്പിള്ളേർക്ക് തീറ്റ കൊടുക്കേണ്ട പരിപാടിയാണ്. അവരെ ചെറിയ കൂട്ടിൽ നിന്ന് വലിയ കൂട്ടിലേക്ക് ഇറങ്ങും. ഈ വലിയ എന്താ പറയുക, ഈ മേലെയുള്ള ചെറിയ കൂട്ടും ഫുൾ പൊത്തി വെച്ചിട്ടുണ്ട്. കാരണം മരപ്പട്ടീൻ്റെ ശല്യം നല്ല പോലെയുണ്ട്. ഒരിക്കൽ നോക്കുമ്പം കോഴിക്ക് ഒരു കേടുമില്ലേ. അങ്ങനെ എന്താ പറയുക, ഒന്നും കടിച്ചിട്ടും പറിച്ചിട്ടും ഒന്നുമില്ല. കൂട്ടിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, കമ്പീൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കഴുത്ത് ഞെരിഞ്ഞ് കിടന്നിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ പല ആളോടും ചോദിച്ചപ്പോൾ പറഞ്ഞ മരപ്പട്ടിയാന്ന്. പൂച്ചേനെ പോലത്തെ വർഗ്ഗമല്ലേ, പൂച്ച വർഗ്ഗം തന്നെ. അപ്പോൾ അത് കൈയിട്ടിട്ട് അതിൻ്റെ കഴുത്തൊക്കെ പിടിച്ച് ഞെരുക്കി കൊല്ലുന്നേ പോലും. അതിന് ആവശ്യമില്ല, അത് ചോരയൊന്നും കുടിക്കില്ല. പക്ഷേ എന്നാലും അത് അതിൻ്റെ ഒരു ഹോബി പോലെ ചെയ്തു നോക്കും. അത് കാരണം ഞാൻ എപ്പോഴും വൈകുന്നേരം ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ എപ്പോഴും ആ കൂട് ഫുള്ള് ബസ്റ്റാക്കി വെക്കും. ഉള്ളിൽ എന്താ പറയുക, പച്ചനെറ്റൊക്കെ ഇട്ടിട്ട് പൊത്തിയിട്ടും വടിയൊക്കെ വെച്ചിട്ടും പിന്നെ അതിൻ്റെ മേലെ ഇതുപോലെയുള്ള കൊതുകുവല വെച്ചിട്ടും ഒക്കെ വെച്ചിട്ട് സേഫാക്കും. കാരണം മെനക്കെട്ട് വളർത്തുന്ന കോഴിയാണല്ലോ. ഒരുപാടൊന്നുമില്ല, 10 ആളിൽ ഒരാളെ തീർപ്പാക്കിന്. അങ്ങനെ ഒരു കാടക്കോയിൻ്റെയും കാര്യം തീരുമാനമാക്കിന്. പക്ഷെ അത് ചെറിയ നെറ്റിൻ്റെ കൂടാണ്. പക്ഷെ അതിൽ പാമ്പാ കയറിയേ. ഞങ്ങൾ കുറച്ച് നേരം മുമ്പ് പാമ്പിനെ കണ്ടതാണ്. പക്ഷേങ്കിൽ എങ്ങനെ ഇതിലേ കൂടി, അതിന് പാമ്പിന് കയറേണ്ട ഗ്യാപ്പൊന്നും ഇല്ല ആ കൂടിന്. പക്ഷേങ്കിൽ എവിടെയോ ഒരു എന്താ പറയുക, ഒരു ചെറിയ കമ്പീൻ്റെ ഹോൾസ് അത്രയും സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് ആൾ ക്യാച്ച് ചെയ്തു. ഒരാളെ വായിലിട്ട് വിതുങ്ങിയിട്ട് അവിടെ കൊന്നിട്ട്. അങ്ങനെ 2 കോഴിയിൽ നിന്നും ഓരോ ആളെ ഓരോരുത്തർ ക്യാച്ച് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും അത് അതിൻ്റെ ഒരു ഇതായിരിക്കും, നീ ഇങ്ങനെ എല്ലാവരും വളർത്തേണ്ട ഒരാൾ ഞാനിങ്ങ് എടുക്കട്ടെ എന്നുള്ളൊരു ഇതായിരിക്കും. അങ്ങനെ ഇതാ കാടയുണ്ട്, കോഴിയുണ്ട്, പൂച്ചയുണ്ട്, നായുണ്ട്. ഈ സാധാരണ ഞാൻ ഈ വലിയ കൂട്ടിൽ നിന്ന് ഇറക്കി വിട്ട്, ഈ മേലെയുള്ള കൂട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഞാൻ താഴെയുള്ള പച്ചക്കൂട്ടിലേക്ക് എല്ലാവരും കയറും. പക്ഷേ ഇത് ഈ വികൃതി പൂച്ചപ്പെണ്ണില്ലേ, വികൃതി പൂച്ചപ്പെണ്ണ് ഒരൊറ്റ എണ്ണത്തിനെ കൂട്ട് കയറാൻ വിടുന്നില്ല. കൂട്ട് കയറി നിനക്കെട്ടുമ്പിട്ട് ഓടിച്ചടക്കുക. അപ്പം ഞാൻ അവളെ എടുത്തിട്ട് ലിയോൻ്റെ കൂട്ടിലാക്കാന്ന് വെച്ച്, പിന്നെ വെച്ച് വേണ്ട, രാത്രിയാകുമ്പോൾ 2 മൂരി ശൃംഗാരം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ട് തരാം കേട്ടോ. ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എഡിറ്റ് ചെയ്യാൻ സമയമില്ല. ഞങ്ങൾ എന്താ പറയുക, പകലും ലിയോ കൂട്ടില്ല, രാത്രിയാകുമ്പോൾ ലിയോ നമ്മളിങ്ങ് അകത്ത് കയറ്റും. അപ്പോൾ ചോറെല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ വേണ്ടി തക്കം കൂട്ടുമ്പോൾ ഇവരെ കളി കാണണം. ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ കാടപ്പിള്ളേർക്ക് കുറച്ച് വെള്ളമെല്ലാം കൊടുക്കട്ടെ. പാറുക്കുട്ടി വയ്യാലെ നടക്കുന്നുണ്ട്. ഇതാ കോഴിപ്പിള്ളറെ ഒരു തരത്തിലും കൂട്ട് കയറാൻ വിടുന്നില്ല. അതാ മീൻ പെണ്ണ് കണ്ട ഓടിച്ചളക്കുന്നുണ്ട്. എല്ലാത്തിനും കൂട്ട് കയറുമ്പോഴേക്ക് പായിക്കും. അത് അവൾക്കൊരു ഹോബി പോലെയാണ്. അപ്പം ഞാനാകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അകത്തിനിയും പണിയുണ്ട്. അപ്പോൾ ഈ പൂച്ചപ്പെണ്ണിനെ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് നോക്കി ഞാൻ നടക്കുക. പക്ഷെ അവളെനിക്ക് പിടിച്ചിരുന്നില്ല. ഞാൻ വരുമ്പോഴൊക്കെ അവൾ പാഞ്ഞ് കളിയാണ്. ഞാൻ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴ് കൈയും തട്ടി മാറ്റിയിട്ട് പായുക. അതുകൊണ്ട് കുറച്ച് നല്ലപോലെ മെനക്കെട്ട് ഇന്ന് രാവിലെ ഞാൻ അവളെ പിടിക്കാൻ വേണ്ടിയിട്ട്. കോഴികളാണെങ്കിൽ അങ്ങും ഇങ്ങെല്ലാം പോയി നടക്കുക. അവരൊരു ശീലത്തിൽ വളർന്നതായിരുന്നേ. കൃത്യമായി ആ കൂട്ടുന്ന ഈ കൂട്ടിലേക്ക്, ഈ കൂട്ടുന്ന ആ കൂട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന. അപ്പോൾ ഇവൾ ഈ കുരുത്തക്കേട് കാരണം എനിക്കിന്ന് ഇവരെ കൺട്രോൾ ചെയ്യാനേ പറ്റിയില്ല. പിന്നെ അതാ രാവിലെ തന്നെ വെയിലും വന്നിട്ടുണ്ട്. വെയിലിന് നല്ല ചൂടുമുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ പൂച്ചപ്പെണ്ണിനെ പിടിച്ചേടിയോ വിട്ടിട്ട് ഞാനിതാ എൻ്റെ പണിയിലേക്ക് വന്നിട്ടുണ്ട്. കോഴിപ്പിള്ളേരെല്ലാം അകത്ത് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ എൻ്റെ ഉച്ചപ്പണിയിലേക്ക് വന്നിട്ടുണ്ട്. അടുപ്പത്താണ് ചോറിൻ്റെ വെള്ളം വെച്ചത്. ഗ്യാസിനെല്ലാം ക്ഷാമം ഉണ്ടല്ലോ, ഇപ്പം കുറച്ച് തോന്നുന്നു അല്ലേ. അതുകൊണ്ട് അടുപ്പത്ത് വെള്ളയുടെ വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം പതച്ച് കഴിഞ്ഞാൽ അടുപ്പത്ത് അരിയൊന്നും ഇടത്തില്ലേ. ആ ചെമ്പ് ഞാൻ വെള്ളം വെക്കാൻ മാത്രം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അടുപ്പത്ത് അരിയൊന്നും ഇടില്ല. വെള്ളം പതച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് ചോറ് വെക്കുന്ന ചെമ്പിൽ ഒഴിച്ചിട്ട് ഗ്യാസുമ്മൽ വെച്ചിട്ട് അരി ഇടും. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേകാനൊന്നും കാത്തിക്കാറില്ല. അപ്പാട്
അരി ഇട്ടതിന് ശേഷം തുള്ളി പതച്ച് കഴിഞ്ഞാൽ അപ്പടെ ഓഫാക്കി വെക്കും. പിന്നെ ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഇടയ്ക്ക് ഇതാ ഇന്ന് മക്കളെല്ലാം വീട്ടിലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കും. അതുകൊണ്ട് ടാങ്കെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് മോൻ. അപ്പോൾ അതൊക്കെ കലക്കി നമ്മൾ പാത്രങ്ങളിൽ 2-3 പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ അത് ഇതാ കസ്കസെല്ലാം ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ഇളക്കുമ്പോൾ മോക്കും ഇളക്കണമെന്ന് നിർബന്ധം. അപ്പം മോളും ഇറങ്ങാൻ നോക്കി. രണ്ട് ടൈപ്പ് ടാങ്ക് ഉണ്ടായിരുന്നു. അതിൽ ഇതാ കസ്കസ് കണ്ട ഈ കസ്കസും കൂടി ഇട്ടിട്ട് നല്ല രസമാണ്. തൊണ്ടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതാ 2-3 പാത്രത്തിലെല്ലാം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് നല്ല ഫിംഗർ ചിപ്സിൻ്റെ വണ്ണത്തിൽ വെട്ടിയെടുത്തിട്ട് ഇനി ഇത് പൊരിച്ചെടുക്കണം. ഇന്നലെ ഞാൻ ഒരു തവണ കുറച്ച് ഉരുളക്കിഴങ്ങ് പൊരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാളും ബാക്കി വെച്ചില്ല. ചോറിന് കൂട്ടാൻ നോക്കുമ്പോഴേക്ക് ഒന്നുമില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരുപാട് എടുത്തിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് എണ്ണയിലാണ് പൊരിക്കുക. സാധാരണ ചീനച്ചട്ടിയിലൊന്നും എണ്ണയിൽ മുക്കി പൊരിക്കാറില്ല. അപ്പോൾ ഒരുപാട് എണ്ണ പിടിക്കത്തില്ലേ. ഇത് പിന്നെ ഓവനിൽ വെക്കുന്നതുകൊണ്ട് കുറച്ച് എണ്ണയെ വേണ്ടു. ആദ്യം ഒന്ന് വേവിച്ചെടുക്കും. സാധാരണ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഓവൻ്റെ ചൂടിലൊന്ന് വേവിച്ചെടുക്കും. അങ്ങനെ അതിന് ശേഷം എന്താ പറയുക, അത് പിന്നെ നമ്മൾ ഇത് ചെയ്യില്ലേ, ഫ്രൈ ചെയ്യുന്ന പോലെ ചിക്കൻ പൊള്ളിച്ചെടുക്കില്ലേ, ആ ഒരു ഇതിൽ പൊള്ളിച്ചിങ്ങെടുക്കും. നല്ല ടേസ്റ്റാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓവർ എണ്ണ കുടിക്കാണ്ട് വളരെ കുറച്ച് 1 സ്പൂണ് അത്രയും എണ്ണ വേണ്ടു. അത്രയും എണ്ണയിൽ നല്ല ടേസ്റ്റിൽ ചെയ്യാൻ പറ്റും ഈ ഓവനിൽ ഇത് വെക്കുമ്പോൾ. കാര്യമായിട്ട് ഇത് തന്നെയാണ് ഞാൻ ഓവനിൽ വെക്കാറുള്ളൂ. കേക്കൊക്കെ അത്യാവശ്യം എപ്പോഴെങ്കിലും. ഇപ്പം വളരെ കുറവാണ്. കാരണം കേക്കിൽ ഒരുപാട് പഞ്ചസാരയൊക്കെ ഇടണ്ടേ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പിറന്നാളിനാക്കിനേനും ഇത് കണ്ട 2 തവണ 2 പാത്രത്തിലാക്കിയിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ 2 ഒരു പാത്രത്തിലാക്കി. ഇനി അത് കുറച്ച് എണ്ണ ചേർത്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്ന പോലെ ചെയ്യുക. ഓവനിൽ ഗ്രില്ല് ചെയ്യില്ലേ, അതാ ചെയ്യുക. അപ്പോൾ ഇനി ചക്കക്കുരുവിൻ്റെ കറി വെക്കണം. അത് ഞാൻ നേരത്തെ പരിപ്പും ചക്കക്കുരു എല്ലാം എന്താ പറയുക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകിയെടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അവർക്കൊന്ന് താളിച്ച് കൊടുക്കുക. ഫസ്റ്റ് തന്നെ ഞാൻ താളിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഉള്ളിയും തേങ്ങയും കായ്മുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഇതാ വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ചക്കക്കുരു അല്ലേ, അതുകൊണ്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ടാണ് ഞാൻ പിന്നെ കറി വെക്കുന്നത്. സ്വതവേ എല്ലാവരും കറി വെച്ചതിന് ശേഷം താളിക്കുക. ഞാൻ ആദ്യം താളിച്ചിട്ടാണ് കറി വെക്കുന്നത്. ആ താളിച്ചതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് വെള്ളത്തോടു കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഈ അരപ്പ് പാത്രം അടക്കം കഴുകി ഒഴിച്ച് ചേർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ വെക്കാറ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ചോറ് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് നോക്കട്ടെ. ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആകും. സംഭവം നല്ല അടിപൊളിയാണ്. വെറുതെ ഗ്യാസൊന്നും തീർക്കണം. എൻ്റെ ചോറ് വന്നിട്ടുണ്ട്. ഞാനതെടുത്തിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ എൻ്റെ അടുപ്പത്തു നിന്നുള്ള കറിയും ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ മുരിങ്ങാച്ചപ്പുണ്ടല്ലേ, അത് ലാസ്റ്റ് ഒന്ന് ചൂടാകാൻ മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് വെന്ത് നല്ലോണം പതിച്ചതിന് ശേഷം ഞാൻ മുരിങ്ങാച്ചപ്പ് ഇട്ടിട്ട് വെറുതെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടാകുകയല്ലേ വേണ്ടൂ. അതിന് ശേഷം ഞാനത് നാറ്റി വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കട്ട കെട്ടിയ പോലെ ആയിപ്പോവും അല്ലേ. ഇതാണ് ഉരുളക്കിഴങ്ങ് പൊരിച്ച നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിന് ശേഷം കുറച്ച് വെള്ളമെല്ലാം കുടിച്ചിട്ട് ഞാനും പാറുക്കുട്ടിയും പിന്നെ ഞങ്ങളതായ തിരക്കിലേക്ക് മാറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.